സംസ്ഥാനത്ത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രതിപക്ഷം കത്തിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദം ബ്രൂവറി ഡിസ്റ്റിലറിയാണ്. ബ്രൂവറിയുടെ അനുമതി സംസ്ഥാനത്ത് പാലക്കാട് കഞ്ചിക്കോട്ട് കൊടുത്തതിനകത്ത് അഴിമതി ഉണ്ട്, അത് ശരിയായ കാര്യമല്ല എന്ന രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷം കത്തിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രതിപക്ഷ നേതാക്കൾ, മുൻ പ്രതിപക്ഷ നേതാവും നിലവിലത്തെ പ്രതിപക്ഷ നേതാവും മത്സരിച്ചാണ് ഈ വിവാദം കത്തിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ മുൻ പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനം നടത്തും, പിന്നെ മിനിറ്റുകൾക്കകം നിലവിലത്തെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് അടുത്ത പത്രസമ്മേളനം നടത്തും. അങ്ങനെ രണ്ടുപേരും മത്സരിച്ചാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും പ്ലാനിൽ വെച്ച് മാധ്യമങ്ങൾ മാറി നിൽക്കുന്നതാണോ ചോദിച്ചാൽ അത് മറ്റൊരു ചോദ്യമാണ്. ഇന്നത്തെ തിരുവനന്തപുരം എഡിഷനകത്ത് മലയാള മനോരമ ഉൾപേജിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് വാർത്ത കൊടുത്തത്. കഴിഞ്ഞ 2 ദിവസത്തെ വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും മലയാള മനോരമ ബ്രൂവറി ഡിസ്റ്റിലറിയെക്കുറിച്ച് ഇതുവരെ മിണ്ടി തുടങ്ങിയിട്ടില്ല. ഇനി എന്താണ് ഉദ്ദേശമെന്നുള്ളത് സഭ തുടങ്ങുമ്പോഴത്തേക്കും മനസ്സിലാകും. പക്ഷേ എന്നിരുന്നാൽ പോലും മാധ്യമങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ അതിനെ പൊക്കിയെടുത്തുകൊണ്ട് ഓടിക്കാനാണ് സംസ്ഥാനത്ത് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന 3 അഴിമതി ആരോപണങ്ങളാണ്. പക്ഷേ ആ 3നും വ്യക്തമായ മറുപടിയുണ്ട്. അത് ബേസ്ലെസ്, യാഥാർത്ഥ്യ ബോധത്തോട് ഒരൊട്ടും അടുത്ത് നിൽക്കാത്ത ആരോപണങ്ങളാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് മുൻ പ്രതിപക്ഷ നേതാവും നിലവിലത്തെ പ്രതിപക്ഷ നേതാവും ഉന്നയിക്കുന്നത്. അതിലൊന്നിങ്ങനെയാണ്, മദ്യനയം ആരും അറിയാതെ മറച്ചു വെച്ചു എന്നാണ് ഒരു ആരോപണം. പക്ഷേ അത് പരിപൂർണമായും പച്ചക്കള്ളമാണ്. മദ്യനയം എല്ലാ വർഷവും സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും പുതുക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ നോട്ടിഫിക്കേഷൻ എക്സൈസ് വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭിക്കാറുമുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ആർക്കും എക്സൈസിൻ്റെ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. ആ മദ്യനയം ആരെയും അറിയിക്കാതെ മറച്ചു വെച്ചു എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് വളരെ അബ്സേർഡാണ്. സംസ്ഥാനത്തെ ഈ തരം വാർത്താ സമ്മേളനങ്ങൾ, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പത്രസമ്മേളനം നടത്തിയപ്പോൾ 2 ചോദ്യം മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ മാധ്യമപ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവരുടെ കയ്യിലും പ്രത്യേകിച്ച് മെറ്റീരിയലൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്ത നോക്കുമ്പോഴത്തേക്കും ടെൻഡർ വിളിക്കാതെ അനുമതി നൽകിയെന്നാണ് അവർ തുടർച്ചയായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഉത്തരം വെച്ചാൽ ഈ സർക്കാരിൻ്റെ പ്രൊജക്റ്റ് അല്ല, ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രൊജക്റ്റാണ്. സ്വകാര്യ കമ്പനിയുടെ പ്രൊജക്റ്റിന് എന്തിനാണ് സർക്കാർ ടെൻഡർ വിളിക്കുന്നത്? സർക്കാരിനകത്ത് കാര്യമായി യാതൊരു ബന്ധവുമില്ല. വ്യക്തമായ ലൈസൻസിങ് അനുമതികൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലുമില്ല. ലാൻഡ് അക്വിസിഷൻ വരെ ആ കമ്പനിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി? അതിന് ടെൻഡർ വിളിക്കേണ്ട ആവശ്യമാണ്. ടെൻഡർ വിളിക്കുന്നത് സർക്കാർ പദ്ധതികൾക്ക് വേണ്ടി മാത്രമാണ്. സ്വകാര്യ കമ്പനികൾക്ക് കേരളത്തിലെ നിയമപ്രകാരം ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഏകദേശം 600 കോടി രൂപയുടെ നിക്ഷേപമാണ് പാലക്കാട് കഞ്ചിക്കോട് ആ കമ്പനി നടത്താൻ പോകുന്നത്. 600 പേർക്ക് നേരിട്ടും 2000 പേർക്ക് ഇൻഡയറക്റ്റായിട്ടും തൊഴിൽ ലഭിക്കാൻ പോകുന്ന ഒരു സംരംഭമാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിന് പാരവെക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ അരയും തലയും മുറുകി ഒരുമിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, രണ്ടുപേരും വെവ്വേറെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള അനുമതികൾ മാത്രമാണ് ക്യാബിനറ്റ് വഴി ഇവർ കിട്ടുന്നത്. അല്ലാതെ ഇവരുടെ പദ്ധതി ആരംഭിക്കാൻ യാതൊരു ടെൻഡറിൻ്റെ ആവശ്യമില്ല. സ്വകാര്യ പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിന് ഒരു മുതൽ മുടക്കുമില്ല. തൊഴിൽ ലഭിക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, GST ലഭിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ലാഭം മാത്രമേ ഉള്ളൂ. അടുത്ത ആരോപണം കേരളത്തിലേക്ക് മദ്യം ഒഴുകുമെന്നാണ്. തുടക്കകാലത്ത് എന്ന് വെച്ചാൽ ഈ ആരോപണം ആദ്യമായിട്ട് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന സമയത്ത്, VD സതീശനേക്കാൾ മുന്നേ ഉന്നയിച്ച് രമേശ് ചെന്നിത്തലയാണ്. ആ സമയത്ത് ചില മാധ്യമപ്രവർത്തകർ എക്സൈസ് മന്ത്രിയോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, കേരളത്തിലേക്ക് മദ്യം ഒഴുകുമെന്ന്. പക്ഷേ അതിന് ഉള്ള ഉത്തരം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മദ്യനിരോധനമുള്ള ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നിരവധി മദ്യനിർമ്മാണശാലകളാണ്. ഗുജറാത്തിൽ, അതായത് മദ്യം നിർമ്മിക്കുന്ന സ്ഥലം അവിടുത്തെ മദ്യ ഉപഭോഗവുമായി ഒരു ബന്ധവുമില്ല. കേരളത്തിൽ നിലവിൽ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുകയാണ്. ആ സംസ്ഥാനത്തിനാണ് അതിന് GST ലഭിക്കുക. കേരളത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ GST, ആളുകളുടെ ശമ്പളം തുടങ്ങിയ മറ്റ് കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനം ലഭിക്കും. എന്ന് വെച്ചാൽ മദ്യത്തിൽ നിന്ന് മറ്റു ഒരുപാട് വരുമാനം കൂടി ലഭിക്കും. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മദ്യം ഒരിക്കലും ഒഴുകാൻ പോകുന്നില്ല. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെ അതേ അളവിൽ തന്നെയായിരിക്കും. അല്ല, പുതിയതായിട്ട് ഒരു മദ്യവും വരാൻ പോകുന്നില്ല. സംസ്ഥാനത്തിന് കുറച്ചുകൂടി GST വരുമാനം, സംസ്ഥാനത്ത് കുറച്ച് പേർ കൂടി തൊഴിൽ ലഭിക്കുന്ന ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2500 പേർക്ക് ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും തൊഴിൽ ലഭിക്കുന്ന കാര്യം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ
സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ ലഭ്യതയിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം തന്നെയായിരിക്കും ഇനിയും ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് GST വരുമാനം അധികം ലഭിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, മാത്രമല്ല ഒരു വലിയ വ്യവസായം വരാൻ പോകുന്ന 600 കോടിയുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്ന സംസ്ഥാനത്ത് പാലക്കാട് പോലെ ജില്ലയിൽ. അപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ് നമ്മൾ ഒന്നാം സ്ഥാനം നിൽക്കുന്ന കാര്യം കൂടി നമ്മൾ ഇതിന് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൂടി തകർക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് കൂടി ചേർത്ത് പറയണം. ഒരു വ്യവസായം വരുന്നു, ആ വ്യവസായം തകർക്കാൻ വേണ്ടി സംസ്ഥാനത്ത് പ്രതിപക്ഷം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. Yep.